Thailand to see the world മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് സ്ട്രീറ്റ് ഫുഡ് ടൂറാണ്. നമ്മുടെ തായ്ലൻഡിലെ സ്ട്രീറ്റ് ഫുഡ് ടൂറാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ കണ്ടു ഒരു ഗംഭീര സാധനം കണ്ടോ? എനിക്ക് കായ് ഇത് ചിക്കൻ്റെ ഒരു വലിയ ബോർഡ് പോലത്തെ സാധനം കണ്ടോ? അടിപൊളി സംഭവമാണ്. ഇത് നമുക്ക് മേടിച്ച് നോക്കാം. കുറേ സാധനം കണ്ടോ? ഇഷ്ടം പോലെ ഇതെല്ലാം സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡ് തായ്ലൻഡ് സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീര സംഭവമാണ്. ആണോ? അപ്പോൾ നമുക്ക് ഇതൊന്നും മേടിച്ചു. അപ്പോൾ അത് മേടിച്ച് നോക്കാം. ചിക്കൻ്റെ സാധനം എന്നാണ് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഒരു വലിയ ബോർഡ് പോലത്തെ സാധനം ഞാനിത് കണ്ടിട്ടില്ല. തായ് സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ടേസ്റ്റി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു മാർക്കറ്റിലേക്ക് നമുക്ക് കാണിക്കാം എങ്ങനെയായിരിക്കും നമ്മളെ തായ്ലൻഡിലെ മാർക്കറ്റ് എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകും. ഓക്കെ, അത് അപ്പോൾ നമുക്ക് ഇത് മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കാം. ഇതിന് 10 ബാത്താണ്. 10 ബാത്ത് എന്ന് പറഞ്ഞാൽ 20 ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ നമുക്കിത് തന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ. ശരിക്കും ഈ തലാത്തിൻ്റെ പേര് തലാത്ത് ഫസ എന്നാണ് ഈ തലാത്തിൻ്റെ പേര്. അപ്പോൾ നമുക്കിവിടെ കുറേ വ്യത്യസ്ത തരമായ തായ് ഫുഡുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമുക്ക് കാണാം. ഇതുണ്ടോ? ഇതൊരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടോ? ഓറഞ്ചിന് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അവർ. വളരെ ഫ്രഷ് ആയിട്ടാണ് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നത്. കാരണം വേറെ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പറയാം. ഈസി. ഇപ്പോൾ 20 ബാത്താണ് ഈ ഓറഞ്ച് ജ്യൂസിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ 20 ബാത്താണ് ഇതിൻ്റെ പൈസ. അപ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ വിശേഷങ്ങൾ. ഫസായ് തലാത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇത് കാണാവുന്നതാണ്. ശരിക്കും ഇത് സ്ട്രീറ്റ് ഫുഡിൽ ഒരുപാടുണ്ട്. ഞാൻ ആദ്യത്തെ വ്ളോഗ് കാണിച്ചിരുന്നു. ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മോഡലാണ് കേട്ടോ. ഈ ചിയർനട്ട്. അപ്പോൾ നമ്മളിത് ഡെയിലി നമ്മൾ മേടിക്കുന്നുണ്ട്. ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വേറൊരു മോഡലാണ് ഇത് കാണുന്നത്. അടിപൊളി സംഭവം, ഗംഭീരമായ സംഭവം കണ്ടോ. ഒരുപാട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ. പിന്നെ ഇവിടെ ഇത് മീനിൻ്റെ മാർക്കറ്റുണ്ട് കേട്ടോ. ഇതൊരു മീൻ മാർക്കറ്റാണ് കേട്ടോ. ഇത് നമ്മൾ എപ്പോൾ മീൻ പിടിക്കുന്ന സ്ഥലമാണ്. ഇവിടെ മീൻ മീൻ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്തൊക്കെ വിശേഷങ്ങളാണ് നമുക്ക് നോക്കാം. ഇവിടെ ബീഫെല്ലാം ഉണ്ടോ? ബീഫ്, പോർക്ക്, ചിക്കൻ എല്ലാം ഉണ്ട്. ഇവിടെ പച്ചക്കറി മാർക്കറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. പച്ചക്കറി മാർക്കറ്റ് എല്ലാം ഉണ്ട് കാണാനോ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങൾ അടങ്ങിയ ഒരു ഗംഭീരമായ മാർക്കറ്റാണ്. ഇതെല്ലാം പച്ചക്കറി ഉണ്ടോ? 20 ബാത്തുണ്ട്. ഇതെല്ലാം ഒരു പച്ചക്കറി മാർക്കറ്റുകളുണ്ടോ? ഇതിൽ നമ്മളെപ്പോൾ ഡെയിലി വന്നിട്ട് സാധനം മേടിക്കുന്ന ഒരു പച്ചക്കറി നോക്കാം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്കിത് കാണാവുന്നതാണ്. അടുത്ത സാധനം ഇതൊരു മുളേൻ്റെ സാധനം പോലെ ഉണ്ടാക്കുന്നുണ്ടോ? ഇതൊരു ഗംഭീര സംഭവം. കലാം. ഇത് മുളേൻ്റെ സാധനം പോലത്തെ സംഭവം ഉണ്ടോ? ഗംഭീര സംഭവം. കവ്നിയാവിൻ്റെ റൈസിൻ്റെ ഒരു സാധനം ഉണ്ടോ? റൈസ് ഫില്ല് ചെയ്തൊരു മുളയിലുണ്ടിൽ ഫില്ല് ചെയ്ത സംഭവം. അനി കവ്നിയാവനാ? കവ്നിയാവ് ഫ്ലവർ. มีข้าวเหนียวดำกับข้าวเหนียวขาว 370นะ3 กระบอก 70 ไอ้นี่10 บาทนะไอ้นี่ดำฝั่งนี้ขาวอันนี้เหรอนี่ดำอันนี้กี่อัน2นะനമ്മൾ രണ്ടെണ്ണം മേടിച്ചു. അപ്പോൾ നോക്കാം.ได้จ้าแบบไหนดีจ๊ะ25 3 กระบอก10
ഇപ്പോൾ തലാത്ത് പോയിട്ട് ഇപ്പം തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം തായ്ലാൻഡ് സ്ട്രീറ്റ് ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഫുഡ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം നമുക്കിപ്പോൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നതാണ് 1, 2, 4 തായ് ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കാരണം ഞാനിപ്പോൾ ഓൾറെഡി വീട്ടിലെത്തിയിരിക്കുകയാണ്. 4 സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ എപ്പിസോഡായിട്ട് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോ ഫുഡിനെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചതെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതാണ് നമ്മൾ ആദ്യം കാണിച്ചൊരു സംഭവം. ഇത് ചിക്കൻ്റെ ഒരു ബോളുകൾ സംഭവമാണ്. ഇത് തായ്ലാൻഡിലെ ഫേമസ് ആയ ഒരു സ്ട്രീറ്റ് ഫുഡാണ്. നിങ്ങൾക്ക് എവിടെ പോയാൽ തായ്ലാൻഡിൽ വരികയാണെങ്കിൽ ഈ ഒരു ഫുഡ് നിങ്ങൾക്ക് എവിടെയും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഇതേപോലെ ഇത് ഞാൻ 2 മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു ചിക്കൻ ബോൾ എന്നൊരു സംഭവം 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് ആണ്. ഇത് നല്ല ഫ്രഷായ ഓറഞ്ച് ജ്യൂസാണ്. വെള്ളമൊന്നും ചേർക്കാതെ വളരെ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന ഓറഞ്ച് ജ്യൂസാണ്. അതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് ഇത് നിങ്ങൾക്ക് തായ്ലാൻഡ് വരുവാണെങ്കിൽ എന്തായാലും കുടിക്കാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലത്തെ ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം എന്ന് പറയുന്നത് വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. വളരെ ടേസ്റ്റിയാണിത്. ഇതൊരു തായ്ലാൻഡിലെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡാണ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, മേടിച്ച് കഴിക്കാവുന്നതാണ്. മുളേൻ്റെ ഉള്ളിൽ നമ്മുടെ റൈസിൻ്റെയും ഒരു ഫ്ലേവറാണ്. റൈസ് നമ്മുടെ നാട്ടിൽ റൈസിൻ്റെയും മിൽക്കിൻ്റെയും മിക്സ് ആക്കിയിട്ടുള്ളൊരു മിൽക്ക് റൈസാണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത്. ഒരു മുളേൻ്റെ ഉള്ളിലായിട്ട് അവർ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മുളേൻ്റെ ഉള്ളിൽ നിറച്ചിട്ടാണ് ഇത് ആവിയിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ എപ്പിസോഡ് ഇപ്പം നമ്മൾ ചെറിയൊരു എപ്പിസോഡാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെക്കാനിക്സ് ചെയ്ത വേൾഡിലെ വൈഭവ് എൻ്റെ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വൈഭവ് സൈനിങ് ഓഫ്. Chim máy. Chim. Chim máy. Canh tra mấy trái ngủ. Mấy trái ngủ hả? Mấy trái canh tra. Ồ. Mấy bông mai luôn hả? Chim rất là